ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്ന സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച ഹണി എന്ത് പറയും? അത് ഇയാളല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ടത്. ആക്ച്വലി അത് എൻ്റെ ശരീരമാണ് ഞാൻ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചെന്ന് വെച്ചിട്ട് അത് ഞാൻ എങ്ങനെയാണ് സ്ത്രീത്വത്തെ വിറ്റ് കാശ് മേടിക്കുന്നതാകുന്നത്? ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ശരീരത്തെയാണ്. അത് എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണോ ഹണി? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഫിനാൻഷ്യൽ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യമുണ്ടെങ്കിൽ ഇയാൾ കൊണ്ടു തരത്തൊന്നുമില്ലല്ലോ. കൊണ്ട് തരുമോ? ഞങ്ങൾക്ക് ആർക്കും എല്ലാരും കൊണ്ടുതന്നിട്ടല്ല, നമ്മള് മാന്യമായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ മാന്യമായിട്ടുള്ള മോഡലിംഗ് ആണ്. അതിനുശേഷം ഞാൻ റോഡിൽ തുണിയില്ല നടന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. നമ്മളുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ ഒറിജിനൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ചോദിച്ചാലും ഒറിജിനൽ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ സമയം തരൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിപ്പോ എനിക്കൊരു അഭിപ്രായം ഇല്ലേ? ഓ അത് തന്നെ ഞാൻ ചെയ്യുന്നത്. നിനക്കൊരു അഭിപ്രായം ഇല്ലേ? നീ ഇങ്ങോട്ട് ചോദിക്കുന്നത്? എന്റെ സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ സംശയങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഞാൻ പറയാം. അപ്പൊ ഇയാൾ ഓവർ സ്മാർട്ട് ആകല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കും. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. ഞാൻ ഒരു കാര്യം കേട്ടെ, ഇത്തിരി മുമ്പ് കുട്ടി പറഞ്ഞല്ലോ ഹണിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, നൂടി ഷൂട്ട് ചെയ്ത കാര്യത്തെ കുറിച്ച്. കുട്ടി അപ്പൊ എന്ത് കോസ്റ്റ്യൂം ഇട്ടാ വന്നിരിക്കും? നിങ്ങൾ ഈ ഡ്രസ് ഇട്ട് ഇവിടെ വന്നിരിപ്പുണ്ടോ? നിങ്ങളുടെ കോൺഫിഡന്റ് ആണോ? ഷൂട്ടിന്റെ മുമ്പേ പറഞ്ഞ നൂടെന്നാണല്ലോ. നൂഡ് ഫോട്ടോഷൂട്ടിന് നൂടായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പോപ്പിക്കൂടെയും പിടിച്ചിട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതേ ഷോട്ടിൽ തന്നെ ആ ക്യാമറാമാന്റെ താടിയിൽ പിടിച്ചു വലിക്കുന്നതും ക്യാമറാമാനുമായിട്ട് കൊഞ്ചിക്കൊഴിയുന്നതും നമ്മളുടെ ഷോട്ട്സുകൾ. അപ്പൊ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ക്യാമറമാനോട് സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അതിനകത്ത് നിങ്ങൾ മോശം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഹണി എന്ന ഒരാള് ഫെമിനൈൻ ഒരു ക്യാരക്ടറിനെ പ്രണയിച്ച് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് വരണം എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്താണ്. ഞാൻ പ്രണയിച്ചെന്ന് പറയുന്നത് മദർ തെരേസ ആകാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ പെണ്ണായതൊന്നും അല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വീഡിയോസ് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇപ്പൊ ഒരാളെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നേരത്തെ ഹണി ആരോഹി പറഞ്ഞു വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അയാൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. പക്ഷെ ഇന്റർവ്യൂകളിൽ പറയുന്നു അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് റിലേഷൻഷിപ്പിലല്ല. അയാളെ മറിച്ച് എനിക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടെന്ന് കൂടെ പറയുന്നു. പലരുടെയും കൂടെ പോകുന്ന ഒരാളാണോ ഹണി ആരോഹി? സമൂഹത്തിന് എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത്? ഏതോ സമൂഹത്തിന് ബോധിപ്പിക്കാനാണോ ഞാൻ ജീവിക്കുന്നത്? താങ്കൾ ജീവിച്ചു നീ. എനിക്ക് എപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് ഇഷ്ടം. എപ്പോഴും ഒരു പാർട്ണർ വേണം, സെക്ഷൽ ലൈഫ് വേണം, എനിക്ക് ഫിസിക്കൽ നീഡ്സ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഞാൻ അതിൽ ഹാപ്പിയാണ്. പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ വയസ്സായ അമ്മമ്മത്തള്ളയൊന്നും അല്ല. പക്ഷെ ഇപ്പൊ തന്നെ രാമായണം വായിച്ച് ബൈബിളും വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. മതിയായോ ചോദ്യങ്ങൾ? എനിക്കൊന്നും ആയില്ല. മോൾ ചിലപ്പോൾ കുറെ എന്തെങ്കിലും കിട്ടിയിട്ട് കണ്ടന്റ് കിട്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിന് അത് യൂട്യൂബിന് അത് കുറച്ച് 10 ലൈക്ക് കിട്ടാൻ വേണ്ടി മോൾ എന്തുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. സീരിയസ്ലി പോയി പണി നോക്ക്. ഭ്രാന്ത്. ഞാൻ പോകുന്നു. ബൈ ബൈ.